അല്ലേ മാലതി, മാലതി ഇല്ലേ മാലതി ഇല്ലേ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുക. നീ ഇങ്ങനെ അമ്പലമൊന്നും നേർച്ചയെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുണ്യവും കിട്ടിക്കോട്ടെ ചേട്ടാ. ആട്ടെ, അത്യാവശ്യത്തിന് പുണ്യം കിട്ടിയല്ലോ, ഇനി സ്വല്പം പാപമാകാം. അയക്കട്ടെ. സാവിത്രിയുടെയും ശീലാവതിയുടെയും കഥകൾ കേട്ട് വളരുന്ന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ചാരിത്രത്തിന്റെ മഹത്വത്തെപ്പറ്റി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആദർശശുദ്ധിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരിമാർ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. മഹാഭാരതം, രാമായണം, ബൈബിൾ, ഖുർആൻ തുടങ്ങിയുള്ള എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും വിചാരം പാപമാണ് എന്ന് ഉദ്ഘോഷിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അത്യുന്നതമായ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ പറ്റി മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത് ഓർമ്മിക്കുക. അയ്യോ, അമ്മേ, വേഗം പണി കഴിച്ചു അല്ലേ? ജീവൻ അപകടമൊന്നും? ജീവനിൽ തൊട്ടുള്ള കളി എനിക്കില്ല, തടി മാത്രം. സാറേ, എന്റെ ഇത്രയും നാളത്തെ സർവീസിനകം ഒരുത്തനും ചത്തിട്ടില്ല, ഇപ്പോഴും ഇല്ല. സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവന്മാർക്ക് ജീവിക്കാൻ പിന്നെന്ത് വേണം? അതിരിക്കട്ടെ, വരുന്ന തിങ്കളാഴ്ച എവിടെ കാണാം? തിങ്കളാഴ്ച? അയ്യോ, പറ്റത്തില്ലല്ലോ സാറേ, തിങ്കളാഴ്ച ആയുധ പൂജയാണ്. അന്ന് യവനെ ഞാൻ കൈകൊണ്ട് തൊടില്ല. ഇങ്ങോട്ട് വരെ. നീ പോകാനിരിക്കണം. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചു? ചേർത്തല, എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്. ജീവിക്കാനുള്ള മാർഗം നോക്കണ്ടേ? മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്. പിടി 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 പിടി, സ്ഥലം പിടി. ഷടാ, കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ. ചെല്ലേ മറ്റോളെ, അവളെ ഇറങ്ങുന്നവളെ, നീ ഇങ്ങോട്ട് ചേർന്നവളെ. വാ വാ, ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും. ഊണിനൂണ്, കാപ്പിക്ക് കാപ്പി, ഉടുക്കാൻ തുണി. പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം. വേറൊരു കാര്യം കൂടി, എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും. എന്താ സമ്മതിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ്, കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ പോകുമ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല.
എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും. ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ. എന്താണടി ഒരു നോട്ടം? ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുകയാണ്. കള്ളച്ചാരായം വാച്ച് ഉണ്ടാക്കിയ കാശാണ്. ദാ. നല്ല ഉറപ്പാ, വാറ്റുചാരായം കൊണ്ടുണ്ടാക്കിയ വീട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കും. ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാൻ വന്നാലുണ്ട് അപ്പ കഴുത്തെ പിടിച്ച് വെളിയെത്തുന്നു. അക്കാര്യത്തിൽ ഈ പാകൾ പിടിക്കുക. എന്തിനാ അവരെ പറഞ്ഞയച്ചത്? എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞയച്ചു. എടി അതേപ്പത്തേക്ക് നീ ആരും ചോദിക്കാം. ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ? എന്റെ സ്നേഹം സംസാരത്തിലല്ല, പ്രവൃത്തിയില. എന്താ വേലു, നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി സാർ. അതാത് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമല്ലോ. സാർ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഇവന്മാരിന് രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത്. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈപാമ്പോ ഏത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഓരോന്നിനും റേറ്റ് പ്രത്യേകമാണ്. എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ. ആദ്യം കാര്യം നടക്കട്ടെ. ആട്ടെ, കക്ഷിയാരാ? താൻ അത് അറിയണോ വേലു? അത് ശരിയാ. എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല. പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി. സാറ് നോക്കിക്കോ. അവന്മാരുടെ ഒരു മീറ്റിംഗ്. ചേട്ടാ മുതലാളിമാർ ഗൂഢസംഘത്തിലാണ് കഴിയുന്നത്. ഒരു സോഡ എടുത്തോ. എന്റെ നാട്ടിൽ അവസന്മാരും ആസന്മാരുമായ തൊഴിലാളികളും ഒറ്റക്കെട്ടായി സംഘടിച്ചു കഴിഞ്ഞു. വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാട്ടാൻ കണ്ണേടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച മുതലാളിത്തനെ അയ്യോ, കാശൊന്നും വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം കാശ്. അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകൂ. മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ടുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം, ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം. സംഘടിത തൊഴിലാളി വർഗത്തിനെതിരെ നേരെ വിരിമാറ് കാട്ടാൻ കണ്ണേടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച മുതലാളിത്തമേ ഇനി നിനക്ക് രക്ഷയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല, ഇത് എത്ര നേരമായി ഈ ഇരുത്തം തുടങ്ങിയിട്ട്? അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്കെല്ലാം ഒരുപോലത്തെ ചിരിയാ. എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണം. അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെല്ലാം മതിയാക്കാമെന്നോ? ഏയ്, ചക്കാത്തിനോ? എണീക്കടോ, എണീക്കാൻ. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. ഏയ്, എണ്ണുന്നോ? ഇങ്ങോട്ടിട. ആരാ? എടോ, ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ. ഒരു 2 മണിക്കൂർ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ. എടോ എടോ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ? താൻ ഇവിടത്തുകാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ വരുത്തണോ?
പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ? ഒരുത്തനെ ഇപ്പൊ സൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവരെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിൽക്കുന്നു. നാണമില്ലേ തനിക്ക്? ഇല്ല, ഏ? ഞാനതാണല്ലോ. അയ്യോ. ആ മോന്ത കണ്ടില്ലേ? കേറി വന്നിരിക്കുന്നു. നായ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി എന്റെ വഴപ്പ് മുട്ടിക്കാൻ. നിർത്ത് നിർത്ത്. ഈ 2 മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും? എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു 0 എടുത്ത് മാറ്റിക്കോ. അത് പറ. 50 ഉണ്ട്. ഇതൊന്നും വേണ്ട, ഞാനതൊന്നുമില്ല. വെറുതെ അവിടെ ഇരുന്നാ മതി. 2 മണിക്കൂർ കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കോളാം. എന്തിനു ഞാൻ ചുമച്ച് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? മാലതി, ഇതെന്താ 20 വീണ്ടും പിരിച്ചത്? പാവര് വരട്ടെ. ചെടോ, എന്റെ തൊഴിൽ മാനം വിറ്റ് ജീവിക്കുന്നതാണ്. പക്ഷേ ദാനത്തിന് ഞാൻ കൈ നീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിലെന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 0 കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 0 കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ശങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ. എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്. നീ അവിടെ വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം. ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്.